വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗിലെ ഒരു അധികാരിയായ ജായിറോസ് ഈശോയുടെ കാൽക്കൽ വീണ് തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചു. 12 വയസ്സോളം പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. ഈശോ ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റിക്കൂടി നിന്നെ തിക്കുകയാണല്ലോ. ഈശോ പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനെ സ്പർശിച്ചുവെന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുൻപാകെ പ്രസ്താവിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്നും ഒരാൾ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനിയും മുത്തുമുട്ടിക്കേണ്ട. ഈശോ ഇത് കേട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോടുകൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കൂബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്നാൽ അവൾ മരിച്ചു കഴിഞ്ഞ് എന്നറിഞ്ഞിരുന്നതുകൊണ്ട് അവർ അവനെ പരിഹസിച്ചു. അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികെ, എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു. ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. അവൾക്ക് ആഹാരം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു.